പച്ചക്കറിന്ന് ചോര വരാത്തോണ്ടല്ലേ നമ്മളിങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് അറിയുന്നേ. ആ അതെ അതെ. ചോര വരുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ. ചോരയോ? ഓരോ തുള്ളി വരുന്നതും ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് സ്വപ്നായിരുന്നല്ലേ, വെറുതെ പേടിച്ച്. എന്നെപ്പറ്റി വിചാരിച്ചേ ഞാൻ ഒരു പൊട്ടിയാണെന്നോ? എനിക്കൊന്നും മനസ്സിലാവില്ലെന്നോ? മനസ്സിലാക്കാൻ അങ്ങനെ തന്നെ അവനെ വെട്ടി 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 വെട്ടിക്കൊല്ലണം. അവന് കണ്ടവളുമാർക്കൊക്കെ എന്റെ കയ്യിൽ അവനെ കിട്ടിയാണ്ടല്ലോ കഴുത്തിരിക്കേ. അങ്ങനെ ശ്വാസം പൊട്ടിക്കേ. അറുത്ത് കയ്യും കാലും ഒക്കെ വെട്ടി 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 പട്ടിക്കിട്ട് കൊടുക്കണം. അമ്മേ ഇവിടെ പൊണ്ടാറിടാനായിട്ട്. ഇതെന്തത്? അടിയും കിട്ടി. ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായേ? ജോയിൻ്റെ ഒക്കെ ഇളകിയോ? അയ്യോ, ഇന്നലെ എൻ്റെ മുഖം തല്ലി പൊട്ടിച്ചോളായിരുന്നു കളർ ഡ്രസ്സ് കിട്ടുക. ഓർമ്മയില്ലാത്തതാണോ അതോ? കൊറേ നേരമായല്ലോ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നു. പല്ലുവേന ഉണ്ടോ? ചെറുതായിട്ട്. അവര് പോയോ? അവരൊക്കെ രാവിലെ പോയി. നീ നല്ല ഉറക്കായിരുന്നു, അതുകൊണ്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞു. നന്നായി. അതാ പിന്നെ ഞാനും എഴുന്നേപ്പിക്കാഞ്ഞ്. ഒരു കോഫി കിട്ടോ? നല്ല തലവേദന. ഇപ്പൊ പല്ലുവേന മാറി തലവേദനയോ? ഓ എന്തൊക്കെ ചോദ്യം. എടാ, കോഫി ഞാൻ കിച്ചണിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് പോവാൻ സമയമായി. നീ എടുത്തു കുടിക്കൂലേ? നിനക്ക് പോകാൻ സമയമായോ? ഇപ്പഴാകുമ്പോ കവിത ചേച്ചിയുടെ കാറിപ്പോവാം. ഊബർ പൈസ ലാഭം. നല്ലതാ. ആ പിന്നെ രതീഷേട്ടൻ അവിടെ ഉണ്ട്. ഞങ്ങളില്ലാന്ന് കരുതി ഓണത്തിന് ഒപ്പിച്ച പോലെ എന്തെങ്കിലും ഒപ്പിക്കാനാണ് പ്ലാനെങ്കിൽ. എന്ത് പ്ലാൻ? നീ പൊക്കോ. ശരി എന്നാ, ബൈ ബൈ. അവിടെ ഉണ്ടല്ലേ, പോയല്ലോ അല്ലേ? ഹലോ, ആ രതീഷേട്ടാ വീട്ടിലുണ്ടല്ലേ? ചിരിക്കണോ? എടോ കണ്ണിച്ചോരില്ലാത്തവനെ ഒരാളുടെ കഥ പറയുമ്പോ താൻ ചിരിക്കാ? എടാ, ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാർക്കും കഥകൾ മാത്രമേ പറയാനുള്ളേ. അല്ലടാ, നിന്റെ പെണ്ണുമുള്ള നിന്റെ കാരണം അടിച്ചു പൊട്ടിച്ചതിന് ഞാനെന്തിനാടാ വിഷമിക്കുന്നത്? ചേട്ടന് വല്ല സൈക്കാട്രിസ്റ്റിന്റെയോ സൈക്കോളജിസ്റ്റിന്റെയോ കോണ്ടാക്ട് ഉണ്ടോ? എടാ, ഇതൊന്നും അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല. നീ ചേട്ടൻ അങ്ങനെ പറയാം. ഒറ്റയട്ടിക്ക് ഒരു 10 സെക്കൻഡ് ഞാൻ കേൾക്കാത്ത കിളികളുടെ ഒച്ചയൊന്നുമില്ല, തത്തയുടെ സൗണ്ട് വരെ ഞാൻ കേട്ടു. എൻ്റെ അമ്മി. ആദ്യമായിട്ടാണോ? വർത്താനം പറയാറുണ്ട്, ഈ അടി ആദ്യമായിട്ടാ. ശീലായിക്കോളും. എന്ത്? എടാ, നിനക്ക് ഈ അടി മാത്രമേ ഉള്ളൂ. ഇന്നലെ രാത്രി കവിത തന്നെ ഒരൊറ്റ ചവിട്ട് ഞാനിങ്ങനെ പറന്ന് ഡൈവ് ചെയ്താ നിലത്തെത്തിയത്. അതിത്തിരി കൂടുതലല്ലേ? എന്നാ നിലത്തെത്തി. ചോദിച്ചപ്പോ പറയാം വണ്ടി സ്റ്റാർട്ട് ചെയ്താന്ന്. വല്ലതും പറയാൻ പറ്റുമോ? അപ്പൊ ഈ ചേച്ചിക്ക് പ്രശ്നമുണ്ടോ? ലോകത്തുള്ള 5% ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട്. നിന്നെപ്പോലെ തന്നെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയി. പുള്ളി പറഞ്ഞതാ, ദേഷ്യം, സ്ട്രെസ് ഇങ്ങനെയുള്ളവർക്ക് അത് വരുന്നത്. അപ്പൊ ചേച്ചി മരുന്ന് കഴിക്കുന്നുണ്ടോ? മരുന്ന് കഴിക്കാൻ പാകത്തിനൊന്നും ഇല്ല. അത് നമ്മൾ അവരെ മാക്സിമം ഹാപ്പിയാക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഹാപ്പിയാക്കി വെച്ചാ ഇപ്പൊ ഒരെണ്ണം കിട്ടിയില്ലേ, അതിന്റെ ആഘാതം ഇത്തിരി കുറയും. ജോയിന്റ് ഇളകിയിരിക്കുമ്പോ. അല്ലടാ, നീ ഇത് അവളോട് പറഞ്ഞോ? ഇല്ല. ഇനി അറിയാണ്ട് ഇതാണെങ്കിൽ നമ്മൾ പറഞ്ഞ് സങ്കടാക്കണ്ടല്ലോ. അതും ശരിയാണ്. ഇന്നത്തെ കാലത്ത് ചായക്ക് കടുപ്പം കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവോഴ്സ് ആവുന്നത്. അവളെ ഡൈവോഴ്സ് ചെയ്താ എനിക്ക് വേറെ പെണ്ണ് കിട്ടില്ല മിസ്റ്റർ. എന്താണ് അങ്ങനെ പറയണേ? എടാ, നിന്റെ ഈ ലുക്ക്, നിന്റെ ഈ യോഗ്യത ശരിയാണ്. നിനക്കിപ്പോ അവളെ തന്നെ കിട്ടിയത് ഭാഗ്യം. ആയിക്കോട്ടെ, എന്നാ ഞാൻ പോയേക്കോ. നിക്കടാ, എന്താ പരിപാടി? എന്ത് പരിപാടി? ആസ് യൂഷ്വൽ, നോ പരിപാടി. നിന്റെ പല്ലുവേദനയ്ക്ക് പറ്റിയൊരു ഐറ്റം എന്റെ കയ്യിലുണ്ട്. എന്തൈറ്റം? ജമന്തി. അവിടെ കർട്ടൻ മാത്രമേ ഉള്ളൂ.
ജമന്തി. പോവാ. പൂവോ? ഇതടിച്ചാ നിന്റെ മുത്തച്ഛന്റെ കായ വരെ പൂക്കും. പക്ഷെ ഈ കുപ്പി കുപ്പി നോക്കണ്ട, കുക്കറിലടിച്ചതാ. ഓ പക്ഷേ ഞാൻ ഇല്ലടോ, ഞാൻ അടിച്ചവിട്ടുക. ഓണത്തിന് ക്ഷീണം കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ കൂടെ അവള് പറഞ്ഞുള്ളത്. എടാ ഭാര്യമാര് ജോലി തന്നെ ഇതല്ലേ, അവരിന് എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എടാ കുറച്ച് കുടിയുണ്ടെങ്കിലേ അതിന്റെ മറവിൽ ബാക്കിയുള്ള കള്ളത്തരങ്ങളൊക്കെ എന്നെ കവറായി പോയിക്കൊള്ളു. എന്ത് കള്ളത്തരം? നീ എന്തൊക്കെ അറിയാൻ കിടക്കുന്നു. എടാ നീ അടിക്കണമെങ്കിൽ എനിക്കൊരു കമ്പനി തരാൻ പറ്റുമോ? കമ്പനി വേണേ തരാം. അത് മതി. എന്താലേ ജമന്തി, വെരി ഗുഡ് ജമന്തി. ജമന്തി പറ. എന്തു പറയാൻ? എടാ കഥ പറ. എനിക്ക് 2 അടിച്ച അപ്പ കഥ കേൾക്കണം. എനിക്ക് കഥയൊന്നും അറിയില്ല. അത് നിന്നെ കണ്ടാ തന്നെ അറിയാം നീ ഒരു കഥയില്ലാത്തവനാണ്. എടാ എന്തെങ്കിലും ഒരു കഥ പറ. അല്ലെങ്കിൽ നിന്റെ കഥ പറ. നിന്റെ ആര്യയുടെ കഥ പറ. എടോ ഞങ്ങളുടെ കഥ അത്ര വലിയ കഥയൊന്നുമില്ല. എടാ അങ്ങനെ വലിയ കഥയൊന്നും വേണ്ട. പിന്നെ ഞാനീ 5, 6 പെഗ് കഴിക്കുന്ന സമയത്ത് നിന്റെ കഥ തീർന്നാ മതി. താൻ ഇങ്ങനെ അടിക്കാന്നുണ്ടെങ്കിൽ എന്റെ കഥ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ മദ്യം തീരും. എന്നാ വേണ്ട, ഞാൻ പതുക്കെ ആസ്വദിച്ച് കഴിക്കാം. നീ പറ. പോരട്ടെ, അടിക്കേ പോരട്ടെ. ഞാൻ അവളെ ആദ്യം നിക്ക്, ഞാനൊരു മൂഡ് പിടിക്കട്ടെ. പിടിച്ചു. പറ. ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് കോളേജിൽ വെച്ചാണ്. 1-2 തവണ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ക്രഷ് അടിച്ചു. പിന്നെ അവിടെയും ഇവിടെയും ഒക്കെ വെച്ച് ഞാൻ കാണാൻ തുടങ്ങി. രതീഷേട്ടാ കളഞ്ഞ്. എടാ ഞാനത് വിഷ്വലൈസ് ചെയ്തോണ്ടിരിക്കല്ലായിരുന്നു. സോറി. യു കണ്ടിന്യൂ. എവിടെ നിർത്തിയേ? കോളേജ്. കണ്ടിന്യൂ. ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് കോളേജിൽ വെച്ചാ. കണ്ട് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ക്രഷ് അടിച്ചു. പിന്നെ അവിടെയും ഇവിടെയൊക്കെ വെച്ച് ഞാൻ കാണാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്ന ദിവസം ഞാനൊരു ലേസൊക്കെ കഴിച്ച് നമ്മുടെ ഈ കോളേജിൻ്റെ താഴെ ഒരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിൽ നടന്നു വരുമ്പോൾ അവിടെ ഒരു ബെഞ്ചിൽ അവള്. റിസൾട്ട് വന്ന ദിവസമല്ലേ, കരഞ്ഞോണ്ടിരിക്കണം. കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. എന്നാൽ പിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ അവളുടെ അടുത്തേക്ക് എത്തി. ഹായ്. അത് വേണ്ട, റേറ്റ് പിടിക്കാം. ഹലോ. എന്താ അങ്ങനെ പോയേ? എടീ സെമസ്റ്റർ എക്സാം അല്ലേ? എക്സാമൊക്കെ ഇനിയും വരുമല്ലോ. അതും ഫസ്റ്റ് സെമസ്റ്റർ അല്ലേ? പാവം, ഭയങ്കര സങ്കടമായി കാണും. എത്ര എണ്ണം ഉണ്ട്? 5. 6 വിഷയത്തിൽ 5 എണ്ണം സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ ആളായാലും വിഷമം ഉണ്ടാവും. സാറില്ല. നീ സിവിലല്ലേ? ഞാൻ ട്രിപ്പിളി. അല്ല, സച്ചിൻ. അല്ല, തനിക്ക് എത്ര എണ്ണം ഉണ്ട്? മൊത്തം പറഞ്ഞാലോ, വിഷമിപ്പിക്കണ്ട. എനിക്ക് 6. ഞാൻ 6 പറഞ്ഞിട്ട് ഇവിടെ 6 നല്ല കേട്ടെ. ചിലപ്പോൾ സങ്കടം കൊണ്ടായിരിക്കും. മെത്തേഡൊന്ന് മാറ്റി പിടിക്കാം. അല്ല, പേപ്പർ പഠിച്ചേനെ. ആര്യ CM. അല്ല, ഈ എസ് എന്ന് പറഞ്ഞാൽ സപ്ലി അല്ല. 90 അബ് കിട്ടുമ്പോൾ അവിടെ. അതെനിക്കറിയാം. പിന്നെന്തിനാ നീ കരയണേ? എനിക്കതിൽ ഒരു സബ്ജക്റ്റിനെ മാത്രമേ ഉള്ളൂ. അതിനാണോ നീ കരയണേ? വീട്ടൊക്കെ ദൈവങ്ങളെ. വച്ചോളൂ, പഠിക്കേട്ടോ നന്നായിട്ട്. പഠിച്ച് പ്രാന്തായതൊക്കെ പാർക്കി വന്നിരിക്കാം, ബാക്കിയുള്ള പ്രാന്താക്കാൻ. കുഞ്ചുനൂലി ഒറ്റ കുത്തൂത്തിയുണ്ടല്ലോ അവളുടെ. പോയിട്ട് വരാം. പഠിക്കണം കേട്ടോ, വലിയ കുട്ടിയുണ്ടല്ലേ. നീ തോറ്റുകൂടി പട്ടി. വെയിറ്റ്. അപ്പോൾ ഇതൊരു പഠിപ്പിപ്പെണ്ണിൻ്റെയും ഒരു തോൽവി ചെക്കൻ്റെയും കഥയാണ്. പിന്നെ ഞാൻ തോൽവിയൊന്നുമല്ല.
പിന്നെ 6 സപ്ലിയുള്ള നിന്നെ അബ്ദുൽ കലാം എന്ന് വിളിക്കണോടാ. എടോ 6 സപ്ലിയൊന്നുമില്ല. അത് ഈ കാമയ്ക്ക് കരയുമ്പോൾ ആരായാലും ചെറിയ നുണയൊക്കെ പറഞ്ഞു പോകൂലേ, അങ്ങനെ പറഞ്ഞത്. ഓക്കെ, യു കണ്ടിന്യൂ. അങ്ങനെ ഇരിക്കെ കോളേജിലേക്ക് പോകുന്ന വഴി വളരെ അവിചാരിതമായിട്ട് ഞാനവളെ പിന്നെയും കണ്ടു. എടേ, ഈ അവിചാരിതമായി കോളേജിലേക്ക് പോകുന്ന വഴി ഇതൊക്കെ ഒരുപാട് പറഞ്ഞു തന്നെ കള്ള. എല്ലാ ദിവസവും കാണാൻ വരാറുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് പക്ഷേ അവളെ കണ്ടു. ആഹാ, എന്നിട്ടോ? ഞാൻ അവളെ കാണാൻ അപ്പം തന്നെ വണ്ടി തിരിച്ചു. അല്ല, തിരിക്കാൻ പോകുന്നു. ആ, വളയ്ക്കാനാണെങ്കിൽ തിരിച്ചോ. മിസ് പഠിപ്പിസ്റ്റ് എവിടെ പോണു രാവിലെ? കോളേജില്. അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? എന്താ ഇടുന്ന സ്ട്രൈക്കാ. അതിന് കോളേജ് ഗ്രൂപ്പിൽ മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. ഇന്ന് കോളേജിൽ അടി കിടന്നു രാവിലെ, പൊരിഞ്ഞടി. ലാസ്റ്റ് ഓൾ പാർട്ടി സ്ട്രൈക്ക് കുളിച്ച് മൊത്തം വിഷയം. ഒരുപാട് സമയമായില്ലോ, വീട്ടിൽ പോക്കോ. അല്ല, എനിക്കെന്തായാലും ബുക്ക് കൊടുക്കാൻ ലൈബ്രറി പോകണം. അടി നടന്നതേ ലൈബ്രറിയിലാ. വെറുതെ പോയി സമയം കളയണോ? അയ്യോ, അപ്പം ഇന്നൊന്നും തുറക്കില്ലേ? തുറക്കില്ല. അറിയാവുന്ന ആളായതുകൊണ്ട് അറിഞ്ഞ കാര്യം ഇവിടെ വന്ന് പറഞ്ഞു. ഇനി അവിടെ പോയി നോക്കണം എന്നാണെങ്കിൽ നീ പോക്കോ, ബാക്കി നിൻ്റെ ഇഷ്ടം. വീടെടുത്താണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാട്ടോ. വേണ്ട, എനിക്കറിയാൻ പോവാൻ. സൂക്ഷിച്ച് പോണേ. പോട്ടെ നാറി. നാറിന്ന ഞാൻ അത്രയും പറയുന്നത് കേട്ട് ഒരു കൊച്ചു സങ്കടത്തോടെ അവൾ വീട്ടിലേക്ക് പോയി. അവളെ പറ്റി സന്തോഷത്തിൽ ഞാൻ കോളേജിലേക്ക്. എടാ മഹാഭാവി, നിന്നെ കുടിച്ച കള്ളിൽ വിശ്വസിക്കാൻ കൊള്ളില്ലോടാ. പിന്നെ അവളുടെ ഒരു കരച്ചിൽ ആർക്കാരും ദേഷ്യം വരില്ലേ? എന്നിട്ടോ? സംഭവം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അവൾക്ക് മനസ്സിലായി പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന്. എവിടുന്നൊക്കെയോ എൻ്റെ നമ്പർ തപ്പി പിടിച്ച് പൊരിഞ്ഞ വിളി. ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഫോണിൽ 219 മിസ് കോള്. 219? ആ, പിന്നെ ഒരു 2 ആഴ്ച ഞാൻ അവളുടെ കൺവെട്ടത്തേക്കേ പോയില്ല. അത് നന്നായി. ബാക്കി പറ. പക്ഷേ എന്നിലെ കാമുകന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ആവുമാർക്ക് അല്ലെങ്കിൽ അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതാണ്. അതെനിക്ക് അനുഭവം ഉണ്ട്. ചേച്ചിയുടെ കാര്യത്തില് വെറുതെ മൂഡ് കളയാൻ വേണ്ടിട്ട് നീ ഇത് പറ. അപ്പോൾ എന്നിലെ കാമുകന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ പിന്നെയും അവളെ കാണാൻ ബസ് സ്റ്റോപ്പിൽ പോയി. കണ്ടിന്യൂ. മിസ് പഠിപ്പിസ്റ്റ് ഇത്ര ധൈര്യമുള്ളൂ? നീ എന്ത് പരിപാടിയെന്ന് കാണിച്ചേ? ആ, അത് അവർ തമാശക്കിതല്ലേ. ഒരാളുടെ അറ്റൻഡൻസ് കളയുന്നതാണോ നിന്റെ തമാശ? ഞാനെന്നങ്ങനെ പറഞ്ഞുകൊണ്ട് നിനക്ക് പോകേണ്ട ബസ്സല്ലേ അവിടെ ഇടിച്ചത്. ഞാൻ വന്നുകൊണ്ട് ഒറ്റ ലീവിൽ പരിപാടി തീർന്നു. ഇല്ലെങ്കിലോ? എന്തേ ഇപ്പൊ ഒന്നും പറയാനില്ലേ? സോറി. ഞാൻ ചോക്ലേറ്റ് കഴിക്കാറില്ല. ആ, അതിൻ്റെ കാണാനുണ്ട്. ഇതൊക്കെ കഴിക്കുക, കുറച്ച് വണ്ണൊക്കെ വെക്കട്ടെ. നീ അന്ന് എനിക്ക് 6 സപ്ലി ഉണ്ടെന്ന് പറഞ്ഞ നുണയല്ലേ? ഞാൻ അന്വേഷിച്ചായിരുന്നു. എന്നെപ്പറ്റി അന്വേഷിക്കുകയൊക്കെ ചെയ്തോ? അല്ല, അപ്പൊ ശരിക്കും നിനക്ക് എത്ര സപ്ലി ഉണ്ട്? എനിക്ക് സപ്ലി ഒന്നുമില്ല. അന്നിരുന്ന് കരൺ കണ്ടപ്പോൾ ചെറിയ വിഷമം തോന്നി, അതുകൊണ്ടൊരു നുണ പറഞ്ഞല്ലേ. ഞാനേ നിന്നെ പ്രേമിച്ചാലോ എന്ന് ആലോചിക്കാം. എന്തുറ്റി? എന്താ? സത്യം, എനിക്ക് നിന്നെ പ്രേമിച്ചാൽ കൊള്ളുന്നുണ്ട്. ഇത്ര വലിയ കാര്യം ഇത്ര സിമ്പിൾ ആയിട്ടാണോ പറയുന്നത്? ഇതിത്ര വലിയ കാര്യമാണോ? എനിക്കിഷ്ടം തോന്നി, ഞാനത് തുറന്നു പറഞ്ഞു. ഒരു വട്ടം പോലും ആലോചിക്കാതെ ഇങ്ങനൊരു കാര്യം എങ്ങനെയാടാ പറയുന്നേ? അതും നിനക്കൊന്നും അറിയാത്ത ഒരാളോട്. പിന്നെ ഞാൻ ബൈക്ക് മേടിക്കാൻ വന്നാണല്ലോ. മൈലേജും പെർഫോമൻസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാം. എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നി, ഞാനത് തുറന്നു പറഞ്ഞു. അത്രേ ഉള്ളൂ.